മന്ത്രി പി രാജീവ് റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നത് മുതൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നതിനാണ് CPM കൂടുതൽ സമയം ചെലവാക്കുന്നത് എന്നാണ് കോൺഗ്രസ് പരിഹസിക്കുന്നത്. KC വേണുഗോപാൽ മത്സരിക്കുന്നതിനെതിരെ, രാഹുൽ മത്സരിക്കുന്നതിനെതിരെ, ഷാഫി വടകരയിലേക്ക് വരുന്നതിനെതിരെ എല്ലാത്തിലും CPM കുറ്റം കണ്ടുപിടിക്കുന്നു. സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയല്ലേ ഈ സമയം ചെലവാക്കേണ്ടതെന്നാണ് UDF പരിഹാസ ചോദ്യമായി ഉന്നയിക്കുന്നത്. അല്ല, ഇതിപ്പോൾ ആരും കണ്ടുപിടിക്കാതെ തന്നെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകാവുന്നത്ര ലളിതമാണ് ഇവരുടെ കാര്യങ്ങൾ. ഒന്ന്, എന്തിനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും എല്ലാം മത്സരിക്കുന്നത്? അത് പ്രധാനമായിട്ടും ആ മണ്ഡലത്തിലെ കാര്യങ്ങൾക്കപ്പുറത്ത് ഈ രാജ്യത്ത് BJP അധികാരത്തിൽ നിന്ന് മാറ്റണം. അതിന് പണ്ടത്തെ പോലെ ഒറ്റ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടി എന്ന നിലയിലേക്ക് കഴിഞ്ഞ തവണ പ്രചരിപ്പിച്ച പോലെയുള്ള ഒരു അവകാശവാദവും കോൺഗ്രസിനും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരെവിടെ മത്സരിക്കണം അത് ആ പാർട്ടി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ BJPക്ക് എതിരെയാണ് അവരുടെ പ്രധാനപ്പെട്ട സമരമെങ്കിൽ അവർ മത്സരിക്കേണ്ടത് BJPയുടെ സീറ്റ് കുറയ്ക്കാനാണ്, BJP പരാജയപ്പെടുത്താനാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ കൂടി മത്സരിക്കണം എന്നതാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഏത് സംസ്ഥാനം തിരഞ്ഞെടുക്കണം? അതിൽ ഇപ്പോൾ എന്നോട് ചോദിക്കേണ്ട രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന് ഞാൻ പറയും കർണാടകം തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യയിൽ BJP പരാജയപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കർണാടകയിൽ BJPയുടെ സീറ്റ് കുറയ്ക്കണം. ഒരു സീറ്റുള്ള കോൺഗ്രസ് പരമാവധി സീറ്റിലേക്ക് അവിടെ എത്തേണ്ടതുണ്ട്. അതോടുകൂടി 28 അംഗ കർണാടക പാർലമെൻറ്റ് സീറ്റുകൾ പൂർണ്ണമായിട്ടും BJPയിലേക്ക് പോകാനുള്ള വലിയ അപകടം തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതൃത്വമാണെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മത്സരിച്ചിട്ടല്ലേ BJPയുടെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടാൻ ശ്രമിക്കേണ്ടത്. പിന്നെ ശ്രീ KC വേണുഗോപാൽ മത്സരിക്കുന്നത് ഇപ്പോൾ രാജ്യസഭ അംഗമായിരിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു സീറ്റ് BJPക്ക് ദാനം ചെയ്യാൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ BJPയെ പരാജയപ്പെടുത്തേണ്ട ഒരു ദേശീയ മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിനകത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഇടതുപക്ഷം. ഒരു പ്രകോപനത്തിനും വഴങ്ങാതെ റിസോർട്ടിലേക്ക് മാറ്റാതെ ഉറപ്പായും BJPക്ക് എതിരെയുള്ള ഏത് സർക്കാർ വന്നാലും അതിന് കൈപൊക്കുന്ന ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം BJPയെ ഭയക്കുന്നു, BJPയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ധാരണ എന്ന രൂപത്തിലേക്ക് എത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJP ആണോ പ്രധാന ശത്രു? കേരളത്തിൽ BJP ആണോ അല്ല UDF ആണോ? അല്ല, BJPയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഏത് പ്രലോഭനത്തിലും വഴങ്ങാത്ത ഉറച്ച MP-മാർ വേണം. ആ ഉറച്ച MP-മാർ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷമാണ് വരേണ്ടത്. 2020 സീറ്റുകളിലും ഇടതുപക്ഷം മത്സരിക്കുന്നത് UDF-നോടാണോ അല്ല രണ്ടാം സ്ഥാനത്ത് BJP ആണോ? തീർച്ചയായിട്ടും UDF-നോടാണല്ലോ. പക്ഷേ ഇടത് മുന്നണി കൺവീനർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് BJP ആണ് രണ്ടാം സ്ഥാനത്ത് എന്നാണ്. BJP പോലും അത്തരം അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഞാനത് പറഞ്ഞു കണ്ടില്ല. UDF BJPയായി മാറുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത്തവണ BJPയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ BJPയെ തോൽപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് UDF-നെ കൂടി തോൽപ്പിക്കലാണ്. ആലപ്പുഴയിൽ അപ്പോൾ BJP വോട്ട് KC വേണുഗോപാലിന് തിരിച്ച് ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ CPM? കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷ മനസ്സാണ്. BJP വരരുത് എന്ന കാഴ്ചപ്പാട് കേരളത്തിൽ ശക്തമാണ്. സ്വാഭാവികമായും ഈ BJPക്ക് അവിടെ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ സീറ്റ് വിജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഞാൻ കരുതുന്നത് കോൺഗ്രസിനെ ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള നല്ലൊരു വിഭാഗം വോട്ടർമാരുണ്ട്. അവർ BJPക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്ത് അവിടെ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കണമെങ്കിൽ അവിടെ ഇടതുപക്ഷം ജയിക്കണം. അത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമാണ്. ആലപ്പുഴ മണ്ഡലത്തിലുള്ള കോൺഗ്രസ് UDF അനുഭാവികളെല്ലാവരും ഇത്തവണ തിരഞ്ഞെടുക്കേണ്ടത് രാജസ്ഥാനിലെ പാർലമെൻറ്റ് സ്ഥാനം സംരക്ഷിക്കലാണ്. അവനെന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇടതുപക്ഷം ജയിക്കണം. രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷം NDAക്ക് കിട്ടരുത്. പാർലമെൻറ്റിൽ ഇന്ത്യ സംവിധാനത്തിന് ഭൂരിപക്ഷം കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരിഫിന് വോട്ട് ചെയ്യുക എന്ന നിലപാടിലേക്ക് അവർ എത്തും. പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് എത്തിച്ചത് പോലും മുഖ്യമന്ത്രിയുടെ ഇടനിലയിലാണ്, മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് എന്ന രീതിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവ് അത്തരം ഒരു ആരോപണം ആവർത്തിക്കുകയും ചെയ്തു. അതിനുള്ള മറുപടി എന്താണ്? അതായത് ഈ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിലാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. പത്മജ വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധിക്കുകയുണ്ടായി. കോൺഗ്രസിനും BJPയിലും ഒരേ സംസ്കാരമാണ്, ഒരേ ആശയമാണ്. എന്നുവെച്ചാൽ ആ മൃദു ഹിന്ദുത്വ സമീപനം, എപ്പോൾ വേണമെങ്കിലും എനിക്ക് BJPയിലേക്ക് പോകാം, തോന്നിയാൽ ഞാൻ പോകും എന്ന് പറയുമ്പോൾ സുധാകരൻ പറയുന്നത് ഇപ്പോൾ അതും പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ സ്വാധീനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണോ? ആൻ്റണിയുടെ മകൻ പോയത് ഇപ്പോൾ ആര് സ്വാധീനിച്ചിട്ടാ? BJPയിലേക്ക് ആളെ കൂട്ടുന്ന സംവിധാനമായി ഇവർ മാറുന്നു. അതാണ് രാജസ്ഥാനിലേക്ക് ഒരു സീറ്റ് തളികയിൽ വെച്ച് കൊടുത്തുകൊണ്ട് സംഘടനാ സെക്രട്ടറി ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിയെക്കുറിച്ച് എന്താ പറയുക? മന്ത്രി പി രാജീവാണ് രാഷ്ട്രീയ നിലപാട് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശീൻ, റിപ്പോർട്ടർ, കൊച്ചി.